അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ റാലി വൺ റേസിംഗ് ഗെയിമാണ്. ഈ ഗെയിം എന്ന് പറയുമ്പം ചെറിയ MB മാത്രമേ വരുന്നുള്ളൂ. 150, 200 അതിൻ്റെ ഉള്ളിൽ വരുന്ന ഗെയിമാണ്. അത്യാവശ്യം എല്ലാവർക്കും കളിക്കാൻ പറ്റും. ഇതിൻ്റെ മോഡ് വെർഷൻ ആയിട്ടാണ് വന്നിട്ട്. മോഡ് വെർഷൻ എന്ന് പറയുമ്പം ഇപ്പം എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഗെയിമിനെ കണക്ക് ഫുൾ മോഡ് ഇല്ല. ചെറിയ രീതിയിൽ മാത്രമേ മോഡില്ലൂ. ചെറിയ മോഡ്. ഓക്കെ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡാണ് ഒരു പ്രത്യേകത. അപ്പം ഇതിൽ ചെറിയ മോഡ് എന്ന് പറയുമ്പം നമുക്കെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പർച്ചേസ് ചെയ്യുന്നതിന് പൈസയുണ്ട്. അത് പൈസ എങ്ങനെ ഫ്രീ ആക്കിയിട്ട് എടുക്കേണ്ടതെന്നെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പം ഈ കാണുന്നതാണ് ഗെയിം. ഇത് ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരു ഇതിൻ്റെ കാണിച്ചിട്ട് വരും. അതിന് ശേഷം ഗെയിം കൂടെ ഓപ്പൺ ആവും. ഇത് കൺഫേം കൊടുക്കുക. ഇത് ഓൺ ആവുന്ന സമയത്ത് ഇതേപോലെ ഒരു വീഡിയോ വരും. അതായത് വീഡിയോ അല്ല, ഇത് ഗെയിമിൽ ഓരോരോ ഗെയിമെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പം ഫസ്റ്റ് വരുന്നതല്ലേ സംഭവം. ഇതിൽ നമ്മളെ കാർ ഏത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? നമുക്കിതിലൊരു കാറ് വരും. അപ്പം ഇത് വെച്ചിട്ട് ആദ്യം കുറച്ച് വീഡിയോ കാണിക്കും. അതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിച്ച് കളിക്കേണ്ടി വരും. ഇവിടെ കൺട്രോൾ ഉണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ബാക്കിയില്ലത് എങ്ങനെ കളിക്കേണ്ടതെന്നെല്ലാം അവർ കാണിച്ചു തരും. അത് വെച്ച് മുമ്പോട്ട് പോവാം. എനിക്കിത് എങ്ങനെ കളിക്കേണ്ടതെന്ന് കറക്റ്റ് അറിയില്ല. ഞാൻ ഒരിക്കൽ കളിച്ച് നോക്കിയതേ ഉള്ളൂ. ആ നീല സാധനമെല്ലാം കണ്ട നൈട്രോ. അപ്പം ആ ചങ്ങായി എന്നെ കുറേ നേരമായി ഇങ്ങനെ മുമ്പിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഇത് നാക്കൽ ഓനെല്ലാം കളിക്കാനറിയാമെന്ന്. അത് ബോട്ട്. റോബോട്ട് നോട്ട് ഒറിജിനൽ പ്ലെയർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈനും കളിക്കാം, ഓഫ്ലൈനും കളിക്കാം, രണ്ടും കളിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് പോവാം. പ്രൈസ് ബോക്സ് കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇത്രയും നല്ലോണം പോയിൻറ്റ്സും കാര്യങ്ങളെല്ലാം കിട്ടും. ബാക്കിയിലേക്ക് കിട്ടില്ല. അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയും. നമ്മളെ പേര് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിന് ശേഷം കൺട്രി, ഏതെങ്കിലും കൺട്രി കൊടുത്തോ. അപ്പോൾ ആ കൺട്രി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കിട്ടും. ചിലപ്പോൾ ഇത് വേൾഡ് വൈഡ് ആണെങ്കിലോ മൊത്തം കിട്ടൂലേ. അപ്പോൾ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കയറും. ഫസ്റ്റ് നമ്മൾ ഒരു ഗെയിം കളിക്കണം. കളിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റും. ഇതിൽ ഇത്ര വണ്ടിയാണെന്നുള്ളത് നമുക്കൊരു വണ്ടി എടുക്കുക. ഈ വണ്ടീൻ്റെ പൈസ വേണ്ട $1. നമ്മളതിൽ കുറേ ഉണ്ട് പൈസ. അപ്പം $1 കാണിക്കുന്നില്ല. ബാക്കിയുള്ള വണ്ടീൻ്റെ പൈസയെല്ലാം ഏകദേശം നല്ല പൈസ പറയും. ഈ വണ്ടി നമുക്ക് ശരിക്കും ഒറിജിനൽ പ്ലേ സ്റ്റോറത്തെ ഗെയിമിലാണെങ്കിൽ നല്ല പൈസയുണ്ട്. അപ്പം ബാക്കിയുള്ള വണ്ടിയും കൂടി ഞാൻ പർച്ചേസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ കയ്യിലുള്ള പൈസ മുകളിൽ നോക്കിക്കോ. 49,999. ഇത് കണ്ട 37,500 ഉണ്ട്. നമ്മൾ ഇത് പർച്ചേസ് ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കും കയ്യിലുള്ള പൈസ ഏകദേശം തീർന്നു. പക്ഷേ ആ കോയിൻസ് കയ്യിലുള്ളത് തീരില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ നോക്കി വെക്കുക. അതിൽ ചെറിയൊരു എമൗണ്ട് മാത്രമേ കുറഞ്ഞത് അങ്ങനെ ആയിട്ട് കാണും. കണ്ട ആ പൈസ അതേപോലെ ഉണ്ട്. അതിൽ നിന്ന് ചെറിയ എമൗണ്ട് അങ്ങനെ കുറയും. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ ഇപ്പം ഈ സെക്ഷനിൽ കുറേ വണ്ടി പർച്ചേസ് ചെയ്യാം. കാരണം നമുക്കിപ്പോൾ ഈ സെക്ഷൻ മാത്രമേ എടുക്കാൻ പറ്റൂ. കാരണം ഒരു ഗെയിം പ്ലേ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിനി അപ്പുറത്തേക്ക് കിട്ടൂ. അതായത് അപ്പുറത്തെ സെക്ഷൻ ഇപ്പം എന്തായാലും കളിക്കണം. കളിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത വണ്ടിയെല്ലാം എടുക്കാനുള്ള സെക്ഷനിലേക്ക് പോകാനോ. ഗാരേജ് നമ്മൾ ഫ്യൂവലിൻ്റെ ഞെക്കാം. ഒരു കളി തുടങ്ങും. ഫ്യൂവലുണ്ട് കേട്ടോ. 10 ഫ്യൂവലാണ് ഇനിയുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂവലിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് കണക്ക് റേസ് സ്റ്റാർട്ടാവും. നമ്മളിങ്ങനെ സ്പീഡ് വേണ്ടെങ്കിൽ സ്പീഡ് വെക്കുക, ഒന്നും വെക്കണ്ട. എന്നിട്ട് ഒരു ഗെയിം ട്രൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതെല്ലാം നിങ്ങൾ കളിച്ച് നോക്കുമെന്ന് എനിക്കറിയാം. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് സ്കിപ്പ് അടിക്കുകയാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ബാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ച് നോക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വരാം. അങ്ങനെ ഈ ഗെയിം ഫിനിഷായി. ഇനി നമുക്ക് ഗ്യാരേജ് കാര്യങ്ങളെല്ലാം പോയിട്ട് നമുക്ക് ഓരോന്ന് പർച്ചേസ് ചെയ്തെല്ലാം ക്ലെയിമാക്കാം. കിട്ടിയതല്ലേ എല്ലാം ക്ലെയിമാക്കി വെച്ചോ. പിന്നെ വേറെ ഒന്നും പണിയൊന്നുമില്ല. അപ്പം നമ്മൾ ഇനി ബാക്ക് അടിക്കുക.
നമുക്ക് ഇതിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ബാക്ക് ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഓപ്പൺ ആക്കാം. ഇതിൽ വണ്ടി കുറേ കാണും. ഇപ്പോൾ ഇത് നമ്മൾ എടുത്ത വണ്ടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കണ്ട $1 അപ്ഗ്രേഡായി. ഇനി $1 എല്ലാം ചെറിയ പൈസ. നമുക്ക് മറ്റേ അതിലാണെങ്കിൽ ഇത്ര ചെറിയ പൈസക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂല. അതൊരു കാര്യം. അതായത് ഇപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ തന്നെ രണ്ടാമത്തെ സെക്ഷൻ അപ്ഗ്രേഡ് ചെയ്യാം. ആദ്യം അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരും. ഇങ്ങനെ 3 വട്ടം നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇതിലേറ്റവും പവർഫുള്ളും ഫാസ്റ്ററും ആയിട്ടില്ല വണ്ടി നമുക്ക് കിട്ടും. പവർഫുൾ ഫാസ്റ്റർ എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കണ്ട ഈ വണ്ടി മാത്രമല്ല, വേറെയും വണ്ടിയുണ്ട് കുറച്ചും കൂടി സ്പീഡെല്ലാം കൂടിയത്. ഇതിലിപ്പോൾ നമുക്ക് അത്രേ കിട്ടും. കണ്ട ഓരോന്ന് ഞെക്കുന്ന സമയത്ത് വേറെ സെക്ഷനിലേക്ക് വണ്ടി കാണുന്നു. ഗ്രൂപ്പ് ബി, ലെജൻഡ് അങ്ങനത്തെ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിലേറ്റവും ലാസ്റ്റത്തെ വണ്ടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, താഴെയുള്ളത്. അപ്പം അതിൻ്റെ മുകളിലുള്ള വണ്ടിയെല്ലാം ഞെക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അൺലോക്ക് ആക്കുന്ന ഇത്ര ഗോൾഡ് വേണം. ഇപ്പോൾ നമ്മൾ നോക്കി എൻ്റെ കയ്യിൽ ഗോൾഡിൻ്റെ 60 ഗോൾഡ് കാണുന്നില്ല. ഇത് അൺലോക്ക് ചെയ്യുക 360. അത് നമുക്ക് അൺലോക്കായി. കണ്ട മുകളിൽ പൈസ വേണമെന്നൊന്നുമില്ല, കോയിൻസും ഗോൾഡൊന്നും കാര്യമില്ല. നമുക്ക് പർച്ചേസ് കൊടുത്ത് അപ്പം ഇത് പർച്ചേസ് ആവും. അപ്പം നേരെ ചാടി 4ലേക്ക് എത്തി ലെവൽ വണ്ടീൻ്റെ ഗ്യാരേജിൻ്റെ. ഇത് അപ്ഗ്രേഡ് ചെയ്യുക. പക്ഷേ നമുക്ക് ഈ വണ്ടി എടുത്ത് കളിക്കാൻ പറ്റില്ല. കളിക്കാൻ പറ്റൂല എന്നല്ല, കളിക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് കളിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കളിക്കുന്ന ഒരു ലെവലാണ്. ആ ലെവലിൽ ഈ ഒരു സെക്ഷനിലുള്ള വണ്ടി മാത്രമേ എടുത്ത് കളിക്കാൻ പറ്റൂ. പിന്നെ ആ ലെവലിലെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്തെ സെക്ഷനിലേക്ക് എത്തുമ്പോൾ അപ്പുറത്തെ വേറെ വേൾഡ് റാലീൻ്റെ വണ്ടി അങ്ങനെ കുറേ ഗ്രൂപ്പ് ബി അങ്ങനെ കണ്ട അതിലെടുത്ത് കളിക്കണമെങ്കിൽ സെക്ഷൻ കഴിയണം. ഇപ്പം ഓൺലൈൻ ഗെയിം പ്ലേ നമുക്കത് നോക്കാം. ഇതിപ്പോൾ ഇതിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും റേസ്. ഇത് നമുക്ക് കിട്ടുന്ന സാധനം. പിന്നെ ഓൺലൈനിലേക്ക് പോയി നോക്കാം. ഓൺലൈനിൽ പോയി കണ്ട ഇപ്പം നമുക്ക് ഇതിൽ ഏത് വണ്ടി ഏതെടുത്ത് കളിക്കണം ചോദിക്കാം. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടി ഓക്കെ. നമുക്കിപ്പം തൽക്കാലം ഓൺലൈൻ കാണിച്ചു തരണ്ട. നമുക്കിപ്പം ഏതെടുക്കാം. ഓക്കെ, ഇതിപ്പം നമുക്ക് ഫുൾ അപ്ഗ്രേഡ് ചെയ്യാം. ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഈ വണ്ടി തന്നെ എടുത്തിട്ട് ഇറങ്ങാം. കാരണം എനിക്ക് കാണുമ്പോൾ തോന്നുന്നു അത്യാവശ്യം പവറുള്ള വണ്ടി ഇതാണെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഇതന്നെ ഫുള്ളൊന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇറങ്ങാം. ഇപ്പം സിൽവറിലേക്ക് എത്തി, നമുക്ക് ഗോൾഡിലേക്ക് എത്തിക്കണം. ഇതിലങ്ങനെ ഓരോന്ന് സംഭവമെല്ലാം ഉണ്ട്. ഇത് നിങ്ങൾ വിചാരിച്ച് ചെറിയ ഗെയിം എന്നാൽ ചെറിയ ഗെയിം തന്നെയാണ്, എന്നാലും വലിയ ഗെയിമാണ്. അപ്പം ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് ഗോൾഡിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ വലിയ അപ്ഗ്രേഡായി ടോപ്പ് വണ്ടിയായി. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ടാണ് ഓൺലൈൻ പ്ലേക്ക് പോകുന്നത്. ഇതെടുത്തു, ലെജൻഡ് കാർ എടുത്തു. ഇപ്പം നെക്സ്റ്റ് കൊടുത്താൽ ഓൺലൈൻ ഓക്കെ കളിക്കാം. റേസ് ഫ്യൂവലുണ്ട് ഓക്കെ തുടങ്ങി. അപ്പം നമുക്കിപ്പം എൻ്റെ ഒന്നിച്ച് മത്സരിക്കാൻ ഇപ്പോൾ ഒരുത്തനെ കണ്ടുപിടിച്ച് തരും എവിടെന്നെങ്കിലും. വന്ന് ഇവൻ നമ്മൾ എടുത്ത അതേ വണ്ടി എടുത്തിട്ടില്ലേ. അല്ല ലെവൽ ഓൻ 1 ഞാൻ 2, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഇറങ്ങുവാന്ന് ചെയ്യുന്നത്. ഓന് ഇങ്ങനത്തെ സംഭവം മോഡ് കിട്ടിയിട്ടുണ്ടാവില്ല, അത് വേറെ കാര്യം. ഓൺലൈൻ കളിക്കണമെങ്കിൽ മോഡ് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ റേസ് സ്റ്റാർട്ടാക്കുവാണ്. നമ്മൾ മുമ്പ് പോയേ. കാരണം എന്താ, വണ്ടി പവർ കൂടിയ വണ്ടി നമ്മളാണ്. പക്ഷേ എനിക്ക് ഇതിൽ വളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് വണ്ടി വളക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇപ്പോൾ നമുക്കിങ്ങനെ എനിക്ക് പെട്ടെന്ന് വളക്കാനാവുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഇപ്പോൾ ഓനടുത്തെത്തും, ഞാനോ അങ്ങോട്ടാവും. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ മാത്രം കണ്ടാവും. മുന്നോട്ട് കയറുമ്പോൾ നമ്മൾ സ്പീഡ് അടിച്ചിട്ട് പോകും. അങ്ങനെ ആ പവർഫുള്ളായ വണ്ടിയെടുത്ത് പവർഫുൾ കളി കളിച്ച് നമ്മൾ അങ്ങനെ ഓൺലൈൻ ഇതിൽ ജയിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യണ്ട. ഇതിപ്പം ഇങ്ങനെ ഓൺലൈനിൽ നിങ്ങൾക്ക് കളിക്കുന്നവർക്ക് വേറെ വണ്ടി എടുത്തിട്ട് കളിച്ചിട്ട് അങ്ങനെ ജയിക്കാൻ പറ്റും. പക്ഷേ എല്ലാ വണ്ടിയും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അതൊരു കാര്യം ഞാൻ പറയുന്നതാണ്. എല്ലാ വണ്ടിയും എടുക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. എല്ലാ വണ്ടിയും എടുക്കുന്നത് മോഡ് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടുന്ന വണ്ടിയെല്ലാം എടുക്കാൻ പറ്റും. പിന്നെ കളിച്ച് ലെവലപ്പ് ആകുമ്പോൾ ബാക്കിയുള്ളത് അൺലോക്ക് ആയി കഴിഞ്ഞാൽ കിട്ടും, എല്ലാം കിട്ടൂല. ഇതിൽ ഡെയിലി റിവാർഡെല്ലാം ഉണ്ട്. എല്ലാം കളക്റ്റാക്കി കളിച്ചങ്ങ് എൻജോയ് ചെയ്യാം. അപ്പം എൻജോയ്മെൻറ്റ് ഓൺലി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.